അങ്ങനെ ഇന്ന് രാവിലെ വെളുപ്പിന് 1:30ക്കാണ് ഞങ്ങൾ പ്രയാഗ്രാജ് എത്തിയത്. റൂമൊന്നും എടുക്കാനായിട്ട് നിന്നില്ല, കാരണം ഇന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് വിടുന്നുണ്ട്. പിന്നെ റൂം ഉണ്ടാവത്തുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര റേറ്റും ആയിരിക്കും കേട്ടോ. ഒരു രാത്രി ആയതുകൊണ്ട് തന്നെ ഞാനും ഏട്ടനും പ്ലാൻ ചെയ്തു, വേറെ ഒന്നുമില്ലല്ലോ, കാറിൽ തന്നെ അങ്ങ് കിടന്നുറങ്ങാം. രാവിലെ എന്തായാലും 1:30 മണിയായി. രാവിലെ എന്തായാലും വെളുപ്പിന് ഒരു 6-6:30 മണിയാകുമ്പോൾ ഞങ്ങൾ ത്രിവേണി സംഗമത്തിൽ പോവും. അപ്പോൾ പിന്നെ അത്രയും സമയത്തേക്ക് വേണ്ടി എന്തായാലും റൂം എടുക്കണ്ട. പബ്ലിക് ടോയ്ലറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് കരുതി കാറിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. അത്ര ക്ഷീണവും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാവാം സുഖമായിട്ട് കിടന്നുറങ്ങി. നമുക്കിവിടെ ഒരു ആൻറ്റി ഉണ്ട്, കുറച്ച് ദിവസമായിട്ട് ആൻറ്റി ഇവിടെയാണ്. ആൻറ്റി ആരാ എന്താണെന്നൊക്കെ ഉള്ളത് വഴിയെ ഞാൻ പറയാം. അപ്പോൾ ആൻറ്റി ഞങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ ഇട്ട് തന്നത് കൊണ്ടാണ് ഞങ്ങൾ കറക്റ്റ് ത്രിവേണി സംഗമത്തിനടുത്തുള്ള പാർക്കിങ്ങിൽ വന്നിട്ടുള്ളത് കേട്ടോ. സെക്ടർ 23 ആണ്. അഗ്രികൾച്ചറൽ പാർക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. സത്യമായിട്ടും ദൈവഭാഗ്യം എന്നുള്ളത് പോലെ ഈ ഒരു ലൊക്കേഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പ്രയാഗ്രാജ് ഫുൾ കിടന്ന് കറങ്ങി കാറൊക്കെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് കേട്ടോ. സോ നമ്മൾ പ്രയാഗ്രാജ് എത്തുന്നത് വരെയുള്ള ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തേണ്ടത് വെളുപ്പിന് 1:30ക്കൊക്കെയാണ് എത്തിയത്. അപ്പോൾ അത് കിടന്ന് ചവിട്ടി പിടിച്ച് കുറേ സമയം വണ്ടിയിലിരുന്ന് അത് ഏറെ ബുദ്ധിമുട്ടി. പക്ഷേ കറക്റ്റ് പ്രയാഗ്രാജ് ടൗൺ എത്തിയപ്പോഴേക്കും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടികളൊന്നും അധികം വിടാത്തത് കൊണ്ടോ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് വലിയ ദൂരം ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് പോലും ഇല്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ കാർ പാർക്കിങ്ങിലെത്തി. അങ്ങനെ കാറ് പാർക്ക് ചെയ്തു. വലിയൊരു ഗ്രൗണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇത്രയേറെ വണ്ടികളുണ്ടായിരുന്നില്ല. വണ്ടികളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇട്ടിരുന്ന ആ സൈഡിൽ ഇത്രയും വണ്ടി ഉണ്ടായിരുന്നില്ല. ഉറങ്ങി എണീറ്റപ്പോഴേക്കും നിറയെ വണ്ടികൾ കേട്ടോ. ഇവിടെ ഒരു ഫാസ്റ്റ് ടാഗ് സെറ്റപ്പൊക്കെ ഉണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് വണ്ടി കയറ്റി വിടുന്നത്. 65 രൂപയാണ് 24 മണിക്കൂറിന് പാർക്കിംഗ് ഫീ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഭീകര തിരക്ക്. പക്ഷെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നവർ കുറേ ആൾക്കാരായിട്ടൊക്കെ വരും. അവർ വഴിയിലിട്ട് തന്നെ കുക്ക് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, ഇവിടെ ഇട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് സെറ്റപ്പ്. നമ്മളങ്ങനെയൊന്നും അല്ലായിരുന്നു. രാത്രി പിന്നെ ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ അലാം വെച്ച് എണീറ്റു. 6 മണിയായപ്പോഴേക്കും നല്ല തണുപ്പുണ്ട്. കാറിലിരുന്ന് തന്നെ ഒന്ന് ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ത്രിവേണി സംഗമത്തിലേക്ക് പോവുകയാണ്. പകൽ നല്ല ചൂടും രാത്രി ഭയങ്കര തണുപ്പും കേട്ടോ. അപ്പോൾ 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വെള്ളത്തിൽ മുങ്ങും, ഭയങ്കര തണുപ്പായിരിക്കില്ലേ. ഏട്ടൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. ഒരു 6-6:30-7 മണിയൊക്കെ ആയിട്ടാണ് പതിയെ പോയത്. ഇതാണ് യമുന ബ്രിഡ്ജ് എന്ന് തോന്നുന്നു. ഗൂഗിൾ അമ്മച്ച് യമുന ബ്രിഡ്ജ് ഈസ് ക്ലോസ്ഡ്, യമുന ബ്രിഡ്ജ് ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതാണ് യമുന ബ്രിഡ്ജ് എന്ന്. നമുക്ക് കൺഫർമേഷൻ ഇല്ലാത്ത കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ പാടില്ല, അതുകൊണ്ടാണ് ഒരു ഡൗട്ട് പറഞ്ഞത്. അതിൻ്റെ മുകളിൽ കൂടി ട്രെയിനും പോകുന്നുണ്ട്, താഴെ കൂടി റോഡ് ട്രാൻസ്പോർട്ടുമാണ്. നല്ല രസമുണ്ട് കേട്ടോ കാഴ്ചയൊക്കെ കാണാനായിട്ട്. ഈ ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന സമയമായതുകൊണ്ട് വലിയ തിരക്കില്ല എന്ന് വേണമെങ്കിൽ ഇത് വലിയ തിരക്കില്ലാത്ത കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് പകലായ ശേഷം പോവുകയാണ്. കാരണം തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ മുങ്ങാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഭയങ്കര തണുപ്പൊക്കെ ആണെങ്കിൽ പാടല്ലേ എന്ന് എഴുതിയിട്ട് ഒന്ന് പതിയെ ഒരു 6 മണിയൊക്കെ ആയിട്ട് പയ്യെ മൂവ് ചെയ്യാണ്. അല്ലെങ്കിൽ സത്യമായിട്ട് ഒരു 5 മണിക്കൊക്കെ ഞങ്ങൾ പോയി മുങ്ങിയിട്ട് വന്നാനെ. പക്ഷേ ഈ ഒരു തണുപ്പിൻ്റെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പതിയെ നിന്നത്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ബോട്ടിൽ നമ്മളവിടെ കൊണ്ടുപോയി ത്രിവേണി സംഗമത്തിൽ മുങ്ങിച്ചിട്ട് വരുന്നത്. അല്ലാതെയും ബോട്ടിലല്ലാതെയും മുങ്ങുന്നവരുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഇത് ഞങ്ങൾ എന്തായാലും കറക്റ്റ് ബോട്ടിൽ പോയി. ത്രിവേണി സംഗമം കറക്റ്റ് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ അവിടേക്ക് തന്നെ പോയി മുങ്ങിയിട്ട് വരാമെന്ന് കരുതി. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ്സ്. ഫ്രീ ആണ്, ഒരു പൈസയും നമ്മൾ കൊടുക്കണ്ട. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉള്ളൂ നമുക്ക് ശരണം, അല്ലാതെ വേറെ എങ്ങുമില്ല. പിന്നെ പേ ചെയ്തിട്ടാണ് ഞാനും ഏട്ടനും ഇന്നലെ വന്ന ശേഷം ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയത്. പക്ഷെ അവിടെ ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുകയും ചെയ്തു, നിങ്ങളുടെ പൈസ വാങ്ങിയിട്ട് കുറച്ചൊന്ന് നീറ്റാക്കി ഇട്ടൂടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇവിടെ പിന്നെ പൈസ വാങ്ങുന്നില്ലെങ്കിൽ അത്യാവശ്യം വൃത്തിയുണ്ട്. പക്ഷെ നമുക്ക് അവരൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇത്രയേറെ ആൾക്കാർ വരുന്നുണ്ട്, കോടിക്കണക്കിന് ആൾക്കാർ. ഈ ഗവൺമെൻറ് അതിന് വേണ്ട അതായത് സമയാസമയം ക്ലീൻ ചെയ്യുന്നുണ്ട്. 24 hours അവർക്ക് നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെയൊക്കെ അവർ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ കയറുന്നവർ സൂക്ഷിക്കുന്നില്ല. മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നായാലും നമ്മുടെ സ്റ്റേറ്റിൽ നിന്നായാലും വരുന്നവർ ആവശ്യം കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോകുക മര്യാദ, ഒരു വെള്ളം പോലും ഒഴിക്കേണ്ട മര്യാദ ആരും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വീണ്ടും 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 വൃത്തികേടാവുന്നത്. നമ്മൾ കയറുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് നീറ്റാക്കി ഇട്ടാൽ ഇത്രയേറെ ബുദ്ധിമുട്ട് വരത്തില്ല. അത് നമ്മുടെ ഭാഗത്തെ തെറ്റാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത്രയേറെ ആൾക്കാർ വന്നു പോകുന്നിടത്ത് അവർ എത്രയെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ടും അവർ മാക്സിമം ക്ലീനിങ് ഒക്കെ നടത്തുന്നുണ്ട്. പല സമയങ്ങളിലായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ വന്ന ശേഷം കണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്രതായിട്ട് ഞാൻ പറയുന്നത്.
പക്ഷെ നമ്മളാരും സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഒരാൾ കയറിയിട്ട് അടുത്ത് പിന്നെ നമുക്ക് കയറാൻ പറ്റത്തില്ല. അത്രയേറെ വൃത്തികേടാക്കിയാണ് എല്ലാവരും ഇടുന്നത്. എങ്കിലും നമുക്കിപ്പോൾ തൽക്കാലം ഇതേ ഉള്ളൂ ശരണം. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പല സാഹചര്യമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പോവാതിരിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല, ഒരു ദിവസത്തേക്ക് എന്ത് വേണേലും ചെയ്യാം. ഒരു മഹാഭാഗ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ദൂരം, തൊട്ടടുത്തൊക്കെ ആണെങ്കിലും വേണ്ടില്ല, ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നു. ഓൾമോസ്റ്റ് 2500 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് കേട്ടോ. ഈ ഇപ്പോഴാണ് ജനുവരിയിൽ 5-ാം തീയതിക്ക് എന്തോണ് നമ്മൾ നാട്ടിലെത്തിയത്. വീണ്ടും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരിക എന്നൊക്കെ ഉള്ളത് ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. എന്നിട്ടും നമ്മുടെ മനസ്സ് അതിനനുവദിച്ചു. ഈ ഒരു മഹാഭാഗ്യം 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം വേദയോ വേദയുടെ മക്കളോ ഒക്കെ തന്നെ ഉണ്ടാവുമെന്ന് അറിയത്തില്ലേ 144 വർഷം എന്ന് പറയുമ്പോൾ. അപ്പോൾ അവർക്ക് ആർക്കും ഈ ഒരു ജനറേഷന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണിത്. അതിനി നമുക്ക് ഇനി അടുത്തതിന് വരുമ്പോൾ പോവാം എന്ന് പറഞ്ഞിരിക്കാനും പറ്റത്തില്ല. നമുക്ക് മാത്രം ഇപ്പം മാത്രം നടക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. അപ്പോൾ അതിന് വരാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു മഹാഭാഗ്യം, മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ടോയ്ലറ്റ് കിട്ടിയില്ല, റൂം കിട്ടിയില്ല എന്നൊക്കെ ഉള്ളൊരു പരാതി അവിടെ പാടില്ല. ഇതൊരു വെറും ഒരു തരിശ് ഭൂമിയെ ഈ ഒരു ഗവൺമെൻറ്, ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല കേട്ടോ, എനിക്ക് BJP ഇല്ല, കോൺഗ്രസ് ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ആ ഒരു തരിശ് ഭൂമിയെ അവർ ഇത്രയേറെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ഈ ഒരു രീതിയിലാക്കി വെറും മണ്ണിനെ അവർ ഇടിച്ച് ഒരു റോഡ് ഉണ്ടാക്കി. ആ റോഡിൽ ഇരുമ്പിൽ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. സപ്പോസ് മഴയൊക്കെ ആണെങ്കിൽ ഫുൾ ചെളിയാവും. മഴ വരത്തില്ലെങ്കിൽ അവരൊരു പ്രിക്കോഷൻ പോലെയോ മണ്ണിൽ പുതങ്ങി പോകാണ്ടിരിക്കാനോ കാറുകളും മറ്റും ഒക്കെ പോകുമ്പോൾ അവർക്കൊരു സേഫ്റ്റി ആയിട്ടോ എന്തോ ഇങ്ങനെ ഇരുമ്പിലെ പീസെല്ലാം ഇട്ട് ഫുൾ കംപ്ലീറ്റ് ഞങ്ങൾ നടന്ന വഴി ഫുൾ ഇതായിരുന്നു കേട്ടോ. ഒരു നല്ല മണ്ണിൽ ഇങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ, അതിന് പകരം ആ ഒരു ഇരുമ്പ് സംഭവങ്ങളെല്ലാം ഇട്ട് നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയേറെ കോടിക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്കൊന്നും ടോയ്ലറ്റ് വൃത്തികേടാണ്, അല്ലാണ്ടൊരു വൃത്തികേടോ ഒന്നും, ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അത്രയും നീറ്റാക്കിയാണ് അവിടങ്ങളിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഞാൻ ആ ഒരു ഗവൺമെൻറ്റിനോട് ഹാറ്റ്സ് ഓഫ് പറയാണ്. ഭയങ്കര നീറ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറഞ്ഞ ടോയ്ലറ്റ്സ് വൃത്തികേടാണ്, അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിക്കാത്തത് വീണ്ടും വൃത്തികേടാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതൊരു വേറൊരു വൈബ് കേട്ടോ. രാവിലെ എണീറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ രാവിലെ പോയി ചായയൊക്കെ കുടിച്ചു പോകുന്നുണ്ട്. ഞാൻ പക്ഷേ കുടിച്ചില്ല. ഞാൻ കരുതി പോയിട്ട് വന്ന് കുടിക്കാമെന്ന് എഴുതിയിട്ട് ചായ ഒന്നും കുടിക്കാണ്ട് നേരെ നമ്മൾ ത്രിവേണി സംഗമത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നിറയെ ബോട്ടിൽസ് എല്ലാം ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഗംഗാജലം എടുക്കാനായിട്ടാണേ. അതൊരു പുണ്യമല്ലേ, നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ല, അപ്പോൾ അവരുടെ തലയിൽ ജസ്റ്റ് ഒന്ന് വേദയ്ക്കും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനും നമ്മുടെ വീട്ടിൽ കുറച്ച് ഈ വെള്ളം സൂക്ഷിക്കുന്നതൊക്കെ നല്ലതായുണ്ട്. ഒരു ക്യാന് വാങ്ങാമെന്ന് കരുതി. നമ്മുടെ കയ്യിൽ ബോട്ടിൽസ് നിറയെ കിടപ്പുണ്ട്. നിറയെ ബോട്ടിലായിട്ട് കൊണ്ടുപോയി എടുക്കുന്നതിനെക്കാട്ടി ഒരു ക്യാനിൽ കുറച്ച് നിറയെ എടുത്താൽ നല്ലതാവും എന്ന് കരുതിയിട്ട് ഒരു ക്യാൻ വാങ്ങാമെന്ന് കരുതി. ഇവിടെയൊക്കെ വില പേശലിൽ മാത്രമേ കാര്യം നടക്കുള്ളൂ കേട്ടോ. നമ്മളെ കാണുമ്പോൾ അവർ 200, 300, 500 ഒക്കെ ചോദിക്കും. നമ്മളതിനെ വില പേശി 100, 150, 50 ഒക്കെ ആക്കുക. അങ്ങനെ 2-3 പേരുടെ അടുത്ത് ചോദിച്ചപ്പോഴൊക്കെ അവർ ഭയങ്കര വില കേട്ടോ. വീണ്ടും മുന്നോട്ട് പോയി നിറയെ ഉണ്ടാവുമല്ലോ, അവിടെ എത്തുന്നവരെന്തായാലും ക്യാൻ ഉണ്ടാവും. അങ്ങനെ ഞാൻ വില പേശി 100 രൂപയ്ക്ക് ഒരു ക്യാൻ വാങ്ങി കേട്ടോ. ഒട്ടും കട്ടിയൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് അമർത്താമെങ്കിൽ അതൊന്ന് പൊട്ടിപ്പോകുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് വാങ്ങിയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു ക്യാനെല്ലാം വാങ്ങിയിട്ട് വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. പല കാറുകളും ഇതുവഴി പോകുന്നുണ്ട്. VIP കാറുകളാവാം. ബാക്കി പല കാറുകളും പല പാർക്കിങ്ങിലായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു ലൊക്കേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരുന്നു. ഞങ്ങൾ കാർ ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററിനുള്ളിൽ നടക്കാനുണ്ടായിരുന്നുള്ളൂ. നടക്കാനുള്ളത് കൊണ്ട് ഞാൻ ഷൂസൊക്കെ ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ സാധാ ചപ്പലൊക്കെ ഇട്ട് നടക്കുന്നത് ഒട്ടും കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഷൂസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വന്നത്. അതും വീട്ടിൽ ഏറ്റവും പഴയ ഷൂസാണ് എടുത്തിട്ടത്. അത് ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അറിയാം. അതുകൊണ്ട് ഏറ്റവും പഴയ ഷൂസ് എല്ലാം ഇട്ടിട്ട് കംഫർട്ടബിൾ വാക്കിങ് ഞാൻ ഷൂസ് ഇട്ടിട്ടാണ് നടന്നത്. നല്ല കിടിലം പൊടിയുണ്ട് കേട്ടോ. പൊടി എന്ന് പറഞ്ഞാൽ ഭീകര പൊടിയാണ്. ഹെൽത്ത് കണ്ടീഷൻസൊക്കെ മോശമായിട്ടുള്ളവർ ഉറപ്പായിട്ടും മാസ്കൊക്കെ വെച്ചുകൊണ്ട് വരേണ്ട സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒന്നും വാങ്ങി കഴിക്കാനും ഒന്നിനും പറ്റില്ല. അത്രയ്ക്ക് പൊടി കാറ്റിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് പൊടി പറന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഈ നോർത്തിൽ കയറിയപ്പോൾ ഉള്ള മെയിനായിട്ടുള്ളൊരു കാര്യം, ഇവിടെ മാത്രമല്ല ഫുൾ ഈ ഒരു പൊടിക്കാറ്റ് ഭയങ്കര ഭീകരതയോടുകൂടിയുണ്ട്. സമ്മറൂടെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാവാം ഭയങ്കര പൊടിയാട്ടോ. പക്ഷേ ഈ രാവിലെ ഒരു 7-8 മണി വരെയും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വൈബായിരുന്നു രാവിലെ എണീറ്റ് ഇങ്ങനെ നടക്കാൻ പോകുന്നത്. ത്രിവേണി സംഗമത്തിൽ കുളിക്കാൻ പോകുന്നതിൻ്റെ ത്രില്ല് ലോകത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ചിലർക്ക് മാത്രം ലഭിക്കുന്ന മഹാഭാഗ്യത്തിൽ ഒരാളായിട്ട് ഞാനും അങ്ങനെ പോവുകയാണ്.
അങ്ങനെ കുറേ മലയാളീസൊന്നും വളരെ കുറവാണ്, കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ്. തമിഴ് പോലും വളരെ കുറവ് ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത്. ഇത്രയും ദൂരമൊക്കെ ഉള്ളത് കൊണ്ടാവാം ഭയങ്കര റഷാണ്. ഞങ്ങൾ സൺഡേ പോയതിൻ്റെ വലിയൊരു തിരക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കഴിയാൻ പോകുന്നതിൻ്റെ തിരക്കുണ്ട്. 26-ാം തീയതി വരെയേ ഉള്ളൂ, മഹാശിവരാത്രി വരുന്നുണ്ട്. അതിൻ്റെ തിരക്കും കഴിയാൻ പോകുന്നതിൻ്റെ തിരക്കുമൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഇവിടെ തിരക്കാന്നൊക്കെ പറയുന്നത്. രാവിലെ ആയി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് സൈഡിൽ റോഡ് സൈഡിൽ വേറെ അധികം ഒന്നും കാണുന്നില്ല. കുറേ രുദ്രാക്ഷമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ ക്യാൻ വെച്ചുകൊണ്ടിരിക്കുന്നവരേ ഉള്ളൂ. കടകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. VIP ടെൻറ്റുകൾ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. 25 സെക്ടറുകളാണ് ടോട്ടൽ ഉള്ളത്. ഓരോ സെക്ടറും കുറേ കിലോമീറ്ററുകളോളം ഉണ്ട് കേട്ടോ. ടെൻറ്റുകൾ 5000 മുതൽ 20,000 രൂപ വരെയുള്ള ടെൻറ്റുകളാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം വെൽ സെറ്റാണ് കേട്ടോ. ഭയങ്കര സെറ്റപ്പായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ പൈസ വാങ്ങുന്നതിലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയേറെ ആൾക്കാർ വരുന്ന സ്ഥലത്ത് ചിലർ 20 എന്നുള്ള രീതിയിൽ വാങ്ങും. VIPകളെല്ലാം ടെൻറ്റൊക്കെ എടുക്കും. ഇത് ടെൻ്റ് അല്ല കേട്ടോ, ഇത് വേറെ എന്തോ ആണ്. അല്ലാതെ നല്ല വലിയ ടെൻറ്റിൻ്റെ ആരുണ്ട്. അങ്ങോട്ടൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല, അലോഡല്ല. എടുക്കാവോന്നും അറിയില്ല, ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. AC യുടെ ആവശ്യം വരുന്നില്ല, നല്ല തണുപ്പുണ്ട്. അതൊക്കെ കൊണ്ട് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ, അത് വേറെ കാര്യം. ടോട്ടൽ എത്രയോ കിലോമീറ്ററിലായിട്ടോ അവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു കുംഭമേള ഉണ്ടാക്കിയിരിക്കുന്നതല്ല, സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കുള്ള യാത്രാ സൗകര്യങ്ങളും സെക്ടറും മറ്റുള്ളവരുടെ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എത്രയോ കിലോമീറ്ററിലാണ്. അതൊന്നും കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ ഈ ബോട്ടിൽ കയറി പോവേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ VIP ബോട്ടുകളുണ്ട്, സാധാ ബോട്ടുകളുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. എല്ലാം നല്ല വിലയുണ്ട്. അതിന് നമ്മൾ വില പേശി എടുക്കുക. പ്രത്യേകിച്ച് നമുക്ക് ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഹിന്ദി അറിയില്ല എന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ നമ്മളെ പറ്റിക്കും കേട്ടോ. പറ്റിക്കുമ്പോൾ നമ്മൾ തിരിച്ച് നമുക്കറിയാവുന്ന ലാംഗ്വേജിൽ നമ്മളും തിരിച്ച് ബാർഗെയിൻ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്ന റേറ്റിൽ നമ്മൾ പോവേണ്ടി വരും. എല്ലാവരും പോകുന്നതിൻ്റെ പിറകെയാണ് ഞങ്ങളും പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ബോട്ടിൽ കയറി തന്നെയാണ് പോകാൻ പോകുന്നത്. ഒരു അമ്മുമ്മ നോക്കി കൂടി നടക്കുന്നുണ്ട്. ഭയങ്കര ഹെൽത്തി ആണെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും അവർ അങ്ങ് കൂടി വയസ്സായിട്ടോ. എന്നിട്ടും അവരുടെ മനസ്സിലെ ആ ഒരു ഇതാണ് ഇവിടെ വരെ എത്തിക്കാനും എങ്ങനെയും അവിടെ വന്ന് മുങ്ങി കുളിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ എത്ര പേരെ വന്നിട്ടുള്ളതെന്ന് നോക്കിയേ. ഇതൊക്കെ അടുത്തുള്ള നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്. പക്ഷേ അടുത്തെന്ന് പറയാൻ ഒരുപാട് അടുത്തുള്ളവരായിരിക്കില്ല. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഒക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് എത്രയേറെ ഭക്തിയോടെയും ആഗ്രഹത്തോടെയും വന്ന എത്ര പേരാണുള്ളത് നോക്കി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തായാലും കുളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് തേങ്ങ ഇവിടെ നിറയെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പൂജ ചെയ്ത് അവിടെ ത്രിവേണി സംഗമത്തിലൊക്കെ ഒഴുക്കി വിടാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയെ അവർ വീണ്ടും പറക്കിക്കൊണ്ട് വന്നിട്ട് ഉണക്കാനിട്ടിരിക്കുക കേട്ടോ, അടുത്ത് വീണ്ടും വിൽക്കാനായിട്ട്. അതുകൊണ്ട് ഞാനത് ഏട്ടനോട് പറഞ്ഞൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു. നിറയെ തേങ്ങ ഒഴുകി വന്നത് അവർ വീണ്ടും കൊണ്ടുവന്ന് ഉണക്കിയിട്ടൊക്കെയാണ്. അതിനവർ വീട്ടാവശ്യത്തിന് വെച്ചിരിക്കുന്നതാണോ വീണ്ടും വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. പോകുന്നവരെല്ലാം പൂജാ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല. ക്യാൻ മാത്രം വാങ്ങി വെള്ളം എടുക്കാന്നുള്ള രീതിയിൽ ക്യാനും കൊണ്ട് അടുത്ത് ബോട്ട് തപ്പി നടക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ അവർ നമ്മളോട് വന്ന് ബോട്ട് തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് റേറ്റൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുത്തൻ വന്ന് റേറ്റ് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവൻ്റെ പിറകെ പോവാണ്. അവൻ ആദ്യം ഒരാൾക്ക് 1000 രൂപ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബോട്ടിൽ കയറിയപ്പോൾ നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, 10,000 രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞു. നമ്മളവിടെ നിന്ന് താഴെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ബോട്ടിൽ കയറി അയ്യോ അതുകൊണ്ട് പോവാം എന്നുള്ളൊരു മനസ്സൊന്നും നമുക്കില്ല. ഞാൻ പറയും വായേട്ടാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം എന്ന്. എല്ലാവരും കൂടി ഷെയർ ചെയ്ത് പോണതിന് അത്രയും ആവത്തില്ല. അവൻ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഹിന്ദി അറിയില്ല എന്നൊക്കെ ചോദിക്കും. നമ്മൾ ആ ഹിന്ദി അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് അടുത്ത് ഷെയറിംഗ് ബോട്ടുള്ളടത്തേക്ക് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷം പുറകെ ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര ലെങ്ത് ആവും. ടാറ്റാ.